നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. കാത്തിരിപ്പുകൾ അവസാനിക്കുന്നു. യാത്രക്കാർക്കായി ഒരു കിടിലൻ ഓഫർ പ്രഖ്യാപിച്ചിരിക്കുകയാണ് എയർ ഇന്ത്യ എക്സ്പ്രസ്. പ്രവാസികൾക്ക് ഇത് സന്തോഷ വാർത്ത തന്നെ. ഒമാൻ ദേശീയ ദിനത്തോടനുബന്ധിച്ചാണ് ഈ ഓഫർ എയർ ഇന്ത്യ എക്സ്പ്രസ് അവതരിപ്പിച്ചിരിക്കുന്നത്. പറയാൻ പോകുന്നത് എന്താണെന്നല്ലേ? അതെ, ഈ ഓഫർ നിങ്ങൾക്ക് തികച്ചും സന്തോഷം നൽകുന്നത് തന്നെ. മസ്കറ്റിൽ നിന്ന് കണ്ണൂരിലേക്കുള്ള യാത്രക്കാർക്കാണ് ഈ ഓഫറിന്റെ ഫലം ഏറെയും ലഭിക്കുക. അധിക ബാഗേജ് ഓഫറാണ് എയർ ഇന്ത്യ എക്സ്പ്രസ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇനി എത്രയാണ് ആ സൗജന്യ ബാഗേജ് എന്ന് പറയാൻ പോകുകയാണ്. അതായത് സൗജന്യ ബാഗേജ് പരിധി 10 കിലോയാണ് എയർ ഇന്ത്യ എക്സ്പ്രസ് വർദ്ധിപ്പിച്ചിട്ടുള്ളത്. ഈ മാസം അവസാനം വരെ 40 കിലോ ബാഗേജ് ആനുകൂല്യം അനുവദിക്കുമെന്ന് എയർ ഇന്ത്യ എക്സ്പ്രസ് അറിയിക്കുകയുണ്ടായി. 7 കിലോ ഹാൻഡ് ബാഗേജ് പരിധിക്ക് പുറമെയാണിത്. ഒമാൻ ദേശീയ ദിനത്തോട് അനുബന്ധിച്ച് അനുവദനീയമായ ലഗേജിന്റെ ഭാരം ഗോ ഫസ്റ്റ് എയർലൈൻ വർദ്ധിപ്പിച്ചിരുന്നു. മസ്കറ്റ്, കണ്ണൂർ സെക്ടറുകളിൽ ഇനി മുതൽ 40 കിലോഗ്രാം ലഗേജ് കൊണ്ടുപോകാവുന്നതാണ്. നേരത്തെ ഇത് 30 കിലോഗ്രാം മാത്രമായിരുന്നു. ഹാൻഡ് ബാഗേജ് 7 കിലോയ്ക്ക് പുറമെയാണ് ഇത് നൽകുക. പരിമിതമായ കാലയളവിലേക്കാണ് ഈ ആനുകൂല്യം നിങ്ങൾക്ക് ലഭിക്കുക. നവംബർ മുതൽ ഡിസംബർ 15 വരെയാണ് ഇത് നിലവിലുള്ളത്. കണ്ണൂരിൽ നിന്നും മസ്കറ്റിലേക്കും തിരിച്ചും ഗോ ഫസ്റ്റ് എയർലൈൻ നേരിട്ട് സർവീസ് നടത്തുന്നുണ്ട്. അതേസമയം ഖത്തറിലെ ലോകകപ്പ് ഫുട്ബോളിൽ സൗദി ടീമിന്റെ മത്സരം കാണാൻ പോകുന്നവർക്കായി സൗദി അറേബ്യയിൽ നിന്ന് പ്രതിദിനം 38 സ്പെഷ്യൽ സർവീസുകൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഫ്ലൈ അദീൽ വിമാന കമ്പനി. സൗദി അറേബ്യൻ എയർലൈൻസ് വിമാന കമ്പനിയുടെ ബജറ്റ് വിമാന കമ്പനിയാണ് ഫ്ലൈ അദീൽ. സൗദി അറേബ്യൻ ടീമിന്റെ മത്സരങ്ങൾ നടക്കുന്ന ദിവസങ്ങളിലാണ് റിയാദ്, ജിദ്ദ, ദമാം എയർപോർട്ടുകളിൽ നിന്ന് ഫ്ലൈ അദീൽ പ്രതിദിനം 38 സർവീസുകൾ വീതം നടത്തുക. മത്സരം നടക്കുന്ന ദിവസം ദോഹയിലെത്തി കളി കണ്ട് അതേ ദിവസം തന്നെ സൗദിയിലേക്ക് മടങ്ങാൻ അവസരം ഒരുക്കുന്ന രീതിയിലാണ് വിമാന സർവീസുകൾ നടത്തുന്നത്. ജിദ്ദയിൽ നിന്ന് 6ഉം റിയാദ്, ദമാം എന്നിവിടങ്ങളിൽ നിന്ന് 16 വീതവും സർവീസുകളാണ് ദോഹയിലേക്ക് ഫ്ലൈ അദീൽ നടത്തുക. ഈ സർവീസുകളിൽ ഓഫർ നിരക്കിൽ ടിക്കറ്റുകൾ ലഭ്യമാക്കിയിട്ടുമുണ്ട്. ഇത്തരത്തിൽ വ്യത്യസ്തമായ ഓഫറുകളാണ് പ്രവാസികളേവരെയും കാത്തിരിക്കുന്നത്. പ്രത്യേകിച്ച് ഖത്തറിൽ ഫുട്ബോൾ ആരവം തുടങ്ങിയ അന്ന് തൊട്ട് തന്നെ പല വിമാന കമ്പനികളും വിവിധ തരത്തിലുള്ള ഓഫറുകൾ പ്രഖ്യാപിച്ചുകൊണ്ട് രംഗത്തെത്തിയിട്ടുണ്ട്. അങ്ങനെ പ്രവാസികൾക്ക് ഇനി വരുന്നത് ആഘോഷത്തിന്റെ നാളുകൾ എന്ന് തന്നെ പറഞ്ഞു വെക്കാം. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.